ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുള്ളത്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞത് മുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമിൽ ഉണ്ടാവോ ഇല്ലയോ പോലെയുള്ള ചോദ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ആ രീതിയിലും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം നമ്മളുടെ സേഫ്റ്റിക്കായിട്ട്. ഓക്കെ, അപ്പോൾ ആ 1 മാർക്ക് ഷുവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യം ഒരു ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടായിരിക്കും ആൻഡ് എന്താണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ആൻഡ് 4 ഓപ്ഷൻ ആയിട്ട് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ABCD എന്ന് പറഞ്ഞ 4 ആൻസർ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് ട്രൂ അല്ലെങ്കിൽ ഏതാണ് ഫോൾസ് എന്നുള്ള രീതിയിൽ കണ്ടെത്തി കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് 1 മാർക്ക് വീഴുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എന്തറിയണം? ആദ്യമായിട്ട് ഏറ്റവും ബേസ് കണ്ടന്റ്, അതായത് ഒരു കണ്ടന്റിനെ കുറിച്ച് ഇപ്പൊ ഹെഡർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെഡറിന്റെ A to Z കാര്യങ്ങളും കറക്റ്റ് അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് ആ 1 മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ബേസിക് ലെവലിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കണേ. ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് ക്ലിപ്പ് ബോർഡ്? ക്ലിപ്പ് ബോർഡിനെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ട്രൂ? Okay, capacity of office clipboard is 24. Cut or copied content are saved in clipboard. Content are pasted from clipboard. Shortcut is Ctrl+Shift+C. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിപ്പ് ബോർഡ്? അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിപ്പ് ബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കീ പോയിന്റ് ടു റിമെമ്പർ എന്നുള്ള ആ ഒരു ഭാഗങ്ങളുണ്ട്, അതിനകത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 തവണയാണ്. ദാറ്റ് ഈസ് 1, 2, 3, 4 എന്നിങ്ങനെ 24 കണ്ടന്റിനെ കട്ട് ഓർ കോപ്പി ചെയ്ത കണ്ടന്റിനെ അത് സേവ് ചെയ്തിടും. ആൻഡ് 25ാമതൊരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടന്റിനെ മാറ്റിയിട്ടാണ് 25ാമത്തെ കണ്ടന്റിനെ അത് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ കപ്പാസിറ്റി ഓഫ് ഓഫീസ് ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ് 24 എന്നുള്ളത് ക്ലിയർ ആണ്, അത് കറക്റ്റ് ആണ്. ഇനി കട്ട് ഓർ കോപ്പീഡ് കണ്ടന്റ് ആർ സേവ്ഡ് ഇൻ ക്ലിപ്പ് ബോർഡ്. ഓക്കെ, കട്ട് ഓർ കോപ്പി ചെയ്യുന്ന കണ്ടന്റ് എവിടെയാണ് സേവ് ചെയ്യുന്നത്? ക്ലിപ്പ് ബോർഡിൽ തന്നെയാണ്. ഇറ്റ് ഇസ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി കണ്ടന്റ് ആർ പേസ്റ്റഡ് ഫ്രം ക്ലിപ്പ് ബോർഡ്. കണ്ടന്റുകൾ നമ്മൾ കട്ട് ഓർ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എവിടെയാണ്? ക്ലിപ്പ് ബോർഡിനകത്താണ്. ആൻഡ് ഈ കട്ട് ഓർ കോപ്പി ചെയ്ത കണ്ടന്റിനെയാണ് നമ്മൾ തിരികെ ലൊക്കേഷനിലേക്ക്, നമ്മളുടെ ഫയലിലെ ലൊക്കേഷനിലേക്ക് റീകോൾ ചെയ്യുക അല്ലേ? അപ്പോൾ എന്താണ് കണ്ടന്റ് ആർ പേസ്റ്റഡ് ഫ്രം ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ആൻസറും എന്താണ് കറക്റ്റ് ആണ്. ആൻഡ് എന്താണ് നാലാമത്തെ ഉള്ളത്? ഷോർട്ട് കട്ട് ഈസ് Ctrl+Shift+C. ഓക്കെ, ഈ ഒരു Ctrl+Shift+C എന്തിന്റെ ഷോർട്ട് കട്ട് ആണ് സത്യത്തിൽ? കണ്ടിട്ടുണ്ടോ? ഫോർമാറ്റ് പെയിന്ററിന്റെ ഷോർട്ട് കട്ട് ആണ് അല്ലേ, ക്ലിപ്പ് ബോർഡിനെ സംബന്ധിച്ചുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ Ctrl+Shift+C എന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡ് അല്ല ഓപ്പൺ ആക്കുക, പകരം എന്താണ് ഫോർമാറ്റ് പെയിന്റർ ആണ് എനേബിൾ ആക്കുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ബോർഡിന്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ. അതിങ്ങനെയാണ്: Ctrl+C ട്വൈസ്. Ctrl+C 2 തവണ പ്രസ് ചെയ്താൽ എന്ത് ഓപ്പൺ ആയിട്ട് വരും? ഓഫീസ് ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഈ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് തെറ്റാണ്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ് വരിക? 1, 2 and 3 ആർ കറക്റ്റ്. 1, 2, 3 ശരിയാണ് അല്ലേ? നാലാമത്തേതാണ് തെറ്റ്. Ctrl+Shift+C എന്ന് പറയുന്നത് ഫോർമാറ്റ് പെയിന്റർ ആണ്. Ctrl+C ട്വൈസ് ആണ് ഓഫീസ് ക്ലിപ്പ് ബോർഡ് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു 10 ചോദ്യം ഇത് തന്നെയായിരിക്കും. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ്, ഇവിടം വരെ സെയിം ആയിരിക്കും. ഈ ലാസ്റ്റുള്ള ഈ കണ്ടന്റ് മാത്രമായിരിക്കും മാറുന്നുണ്ടാവുക. ഇതുപോലെ ട്രൂ അല്ലെങ്കിൽ നോട്ട് അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള രീതിയിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെല്ലാം ഇതുപോലെ വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ബാക്കി 9 ചോദ്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് പേസ്റ്റ്? ഓക്കെ, പേസ്റ്റിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള കാര്യം ഏത് എന്നാണ് എഴുതേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടന്റ് ആർ പേസ്റ്റഡ് ഫ്രം ക്ലിപ്പ് ബോർഡ്. ഓക്കെ, കണ്ടന്റുകൾ വരുന്നത് പേസ്റ്റ് ചെയ്യപ്പെടുന്നത് ക്ലിപ്പ് ബോർഡിൽ നിന്നാണ്. ഓക്കെ, ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+V ആണ്. പേസ്റ്റ് സ്പെഷ്യൽ ഇസ് എ സ്പെഷ്യൽ കേസ് ഇൻ വിച്ച്
ഓൺലി ടെക്സ്റ്റ് ഈസ് പേസ്റ്റഡ്. ഓക്കെ, വിതൗട്ട് എനി ഫോർമാറ്റിംഗ്. ഓക്കെ, പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസ് ആണ്. ആൻഡ് എന്താണ്, അതിനകത്ത് ടെക്സ്റ്റ് മാത്രമാണ് പേസ്റ്റ് ചെയ്യുന്നത് വിതൗട്ട് എനി ഫോർമാറ്റിംഗ്. അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റിംഗ്സ് ഒന്നും ഇല്ലാതെ ആ ഒരു ടെക്സ്റ്റ് മാത്രം പ്രിന്റ് ചെയ്യുന്ന, പേസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പേസ്റ്റ് സ്പെഷ്യൽ. നമ്മൾ മുൻപുള്ള വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി വി ക്യാൻ യൂസ് പേസ്റ്റ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്ന് പേസ്റ്റ് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3 കറക്റ്റ് ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ ശരിയാണ്, നാലാമത്തേത് തെറ്റാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വരെ പോയിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ വേർഡിനകത്താണ് നിൽക്കുന്നത്. ആൻഡ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണുന്നത് ഏതൊക്കെയാണ്? സേവ്, അൺഡു, റിഡു ആണ്. ആൻഡ് ഈ സൈഡിലുള്ള ഈ ഒരു ഡ്രോപ്പ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. ആൻഡ് ഇവിടെ നോക്കുക ഏതൊക്കെ ഓപ്ഷൻ ആണ് ഉള്ളത്. ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ. ആൻഡ് നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഇൻ കേസ് ഈ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് ഇല്ലാത്ത കണ്ടന്റ് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എഴുതണമെങ്കിൽ ഉള്ള കണ്ടന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് അറിയണോ അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഇതെല്ലാം എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എന്താണ് നമ്മളുടെ ആൻസർ വരുന്നത്? എന്താണ്? 1, 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, അടുത്തത് വരുന്നത് വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് റിബൺ. ഓക്കെ, റിബണിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. എ ന്യൂ ഫീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ MS Office 2007. It consists of series of tab. Control F1 is the shortcut key to show or hide ribbon. Button is the basic element of ribbon. ഓക്കെ, അപ്പൊ എന്താണ് 2007 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ്, ഒരു ഫീച്ചറാണ് റിബൺ എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ടാബുകളുടെ ഒരു നിരയാണ് റിബൺ എന്ന് പറയുന്നു. കൺട്രോൾ F1 ഇസ് ദ ഷോർട്ട് കട്ട് കീ. കൺട്രോൾ F1 ആണ് ഷോർട്ട് കട്ട് കീ ടു ഹൈഡ് ഓർ ഷോ റിബൺ എന്ന് പറയുന്നു. ആൻഡ് ബട്ടൺ ആണ് ഏറ്റവും ബേസിക് എലമെന്റ്. ഓക്കെ, ഇവിടെ എന്താണ് ആൻസർ വരിക? ഓൾ ആർ കറക്റ്റ്. എല്ലാം ശരിയാണ്. കാരണം 2007 റിബൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് റിബൺ കൺസിസ്റ്റ് ഓഫ് സീരീസ് ഓഫ് ടാബ് എന്നാണ് പറയുക. എന്തൊക്കെയാണ് റിബണിന്റെ എലമെന്റുകൾ? ടാബ്, ഗ്രൂപ്പ്, ബട്ടൺ എന്നാണ്. അതിനകത്ത് ഏറ്റവും ചെറുത് എന്താണ്? ബട്ടൺ ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ മാറും. അപ്പൊ അതാണ് ബട്ടന്റെ പ്രത്യേകത. അപ്പൊ ഒരു റിബണിന്റെ ഏറ്റവും ബേസിക് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബട്ടൺ ആണ്. ഇനി ഷോർട്ട് കട്ട് കീയുടെ കാര്യം നോക്കാം. കൺട്രോൾ F1 ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ വേർഡ് വിൻഡോക്കകത്താണ് നിൽക്കുന്നത്. ആൻഡ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാനായിട്ട് വിർച്വൽ കീബോർഡ് കൂടെ എടുക്കാം. ഇനി എന്താണ്? കൺട്രോൾ F1 ആണ് ഷോർട്ട് കട്ട് എന്നാ പറഞ്ഞേക്കണേ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് കൺട്രോൾ F1 കൊടുക്കുവാണ്. ഇപ്പൊ നമ്മളുടെ ഇതില് റിബൺ കാണാം. ഇനി കൺട്രോൾ F1 കൊടുക്കുന്ന സമയത്ത് നോക്കുക, കൺട്രോൾ F1. ഓക്കെ, റിബൺ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഒന്നുകൂടെ കൊടുക്കുന്ന സമയത്ത് റിബൺ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? കൺട്രോൾ F1 എന്ന് പറയുന്ന റിബണിനെ ഹൈഡ് ഓർ ഷോ ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ആണ്. ഇനി എങ്ങനെയൊക്കെ കൂടെ ചെയ്യാം? നമ്മൾ റിബണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മിനിമൈസ് ദി റിബൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനകത്ത് മിനിമൈസ് ദി റിബൺ എന്നുള്ള ഓപ്ഷൻ കാണാം. അതുപോലെ ഈ ഒരു ഡീഫോൾട്ട് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ടാബ് ഏതാണോ അതിനകത്തൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും ഇത് മിനിമൈസ് ആവും. അപ്പൊ കൺട്രോൾ F1 പുറമെ എങ്ങനെയൊക്കെയാണ് നമ്മൾ റിബണിനെ ഷോ ഓർ ഹൈഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ആക്റ്റീവായി നിൽക്കുന്ന ടാബിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പൊ ആക്റ്റീവായി നിൽക്കുന്ന ടാബിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? റിബൺ ഷോ ഓർ ഹൈഡ് ചെയ്യും. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വഴി നമുക്ക് എന്താണ്? മിനിമൈസ് ദി റിബൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ റിബണിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? മിനിമൈസ് ദി റിബൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഷോർട്ട് കട്ട് ഓർത്തിരിക്കുക, കൺട്രോൾ F1 ആണ്. ക്ലിയർ ആണ്? സോ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് ഫോണ്ട് ടൈപ്പ്. ഫോണ്ട് ടൈപ്പുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കാലിബ്രി ഈസ് ദി ഡീഫോൾട്ട് ഫോണ്ട് ഇൻ വേർഡ് 2007. ഓക്കെ, കാലിബ്രി ആണ് ഡീഫോൾട്ട് ഫോണ്ട്. സോ ഫോണ്ട് ഈസ് ഇൻ ഹോം ടാബ്. ഹോം ടാബിലാണ്. വി ക്യാൻ യൂസ് ഇറ്റ് ഫ്രം മിനി ടൂൾ ബാർ. ഓക്കെ, മിനി ടൂൾ ബാറിൽ നിന്ന് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ്. പാരഗ്രാഫ് ഡയലോഗ് ബോക്സിനകത്ത് ഉണ്ടോ ഫോണ്ട് എന്ന് പറയുന്നത്? ഇല്ല അല്ലെ. അപ്പൊ എവിടെയാണ് ആൻസർ? ഏതാണ് വരിക? 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. കാലിബ്രി ആണ് ഡീഫോൾട്ട് ഫോണ്ട്.
ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിനകത്താണുള്ളത്. മിനി ടൂൾ ബാർ വഴി നമുക്ക് എടുക്കാം, പക്ഷെ എവിടെ ഇല്ല. പാരഗ്രാഫ് ഡയലോഗ് ബോക്സിൽ ഇല്ല, പക്ഷെ എവിടെ ഉണ്ട്? ഫോണ്ട് ഡയലോഗ് ബോക്സിനകത്തുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫോണ്ട് ടൈപ്പ്, അതുപോലെ ഏതാണ് അതിന്റെ ഡീഫോൾട്ട്, എവിടെ നിന്നൊക്കെ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കി വരാം. സോ വേർഡിന്റെ ഡീഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് കാലിബ്രി ആണ്. ഡീഫോൾട്ട് ഫോണ്ട് എന്ന് പറയുന്നത് കാലിബ്രി ആണ്. ആൻഡ് നമുക്ക് എങ്ങനെ ഈ ഒരു ഫോണ്ട് മാറ്റാം? ഹോം ടാബിൽ വന്ന് ഫോണ്ട് ഗ്രൂപ്പിനകത്ത് വന്ന് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണ്ട് ഡയലോഗ് ബോക്സ് എടുക്കാം. എങ്ങനെ എടുക്കാം? കൺട്രോൾ ഡി യൂസ് ചെയ്യാം. കൺട്രോൾ ഡി ആണ്, ABCD ആണ് പറഞ്ഞേക്കണേ. കൺട്രോൾ ഡി യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് F യൂസ് ചെയ്താലും ഈ ഒരു ഡയലോഗ് ബോക്സ് തന്നെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, കൺട്രോൾ ഏതാണ് പറഞ്ഞേ? ഡി ആണ് പറഞ്ഞ അല്ലെ. കൺട്രോൾ ഡി കൊടുക്കുന്ന സമയത്ത് ഇതേ ഫോണ്ട് ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ എന്തായിരുന്നു? കൺട്രോൾ ഷിഫ്റ്റ് F ആയിരുന്നു. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് F കൊടുക്കുന്ന സമയത്തും ആ ഒരു ഡയലോഗ് ബോക്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഫോണ്ട് ടൈപ്പ് അല്ലെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ എങ്ങനെയൊക്കെ എടുക്കാം? ഹോം ടാബിൽ വന്ന ഫോണ്ട് ഗ്രൂപ്പിനകത്ത് നിന്ന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നിന്ന് എടുക്കാം. ആൻഡ് സ്പെഷ്യലൈസ് ചെയ്ത് ഓർത്തിരിക്കുക, ഫോണ്ട് ഗ്രൂപ്പിലാണ്, അതുപോലെ തന്നെ ഫോണ്ട് ഡയലോഗ് ബോക്സ് വഴിയാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് മൈക്രോസോഫ്റ്റ് വേർഡ്? ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡിനെ സംബന്ധിച്ച് റെഡി ആയിട്ടുള്ളത് ട്രൂ ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണല്ലോ. ഓക്കെ, ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ആൻഡ് ഡിഫറെന്റ് വേർഷൻസ് ആർ 2003, 7, 2010. ഓക്കെ, മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഡിഫറെന്റ് വേർഷൻസ് 3, 7, 10 ഒക്കെയാണ്. ഓക്കെ, ഡോക്യുമെന്റ് 1 is the default file name. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഡിഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് 1 ആണ്. ആൻഡ് നെക്സ്റ്റ് ഉള്ളത് എന്താണ്? നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ ആണോ? നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് പൈസ കൊടുത്ത് മേടിക്കുന്നതാണല്ലേ. അപ്പൊ എന്താണ്? ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. സോ എന്താണ് ആൻസർ വരിക? അവിടെയും 1, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്താണ് പോലെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ആൻഡ് ഡിഫറെന്റ് വേർഷൻസ് ആർ 3, 7 and 10 എക്സെട്ര. ആൻഡ് ഡിഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് ഡോക്യുമെന്റ് 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ റെഡി ആയിട്ടുള്ളതുകൊണ്ട്, അത്രയും സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഏതാണ് ആൻസർ? ആൻസർ ബി ആണ്. 1, 2 and 3 ആർ കറക്റ്റ്. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് ഓഫീസ് ബട്ടൺ? ഓഫീസ് ബട്ടണുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എ ന്യൂ ഫീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007. ഓക്കെ, 2007 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ്. ഇറ്റ് റീപ്ലേസസ് ഫയൽ മെനു ഇൻ ദി പ്രീവിയസ് വേർഷൻ. പഴയ വേർഷൻസിനകത്തെ മുൻപുണ്ടായിരുന്ന വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തു വന്ന കണ്ടന്റ് ആണ്. ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദി ടോപ്പ് ലെഫ്റ്റ് കോർണർ. ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സർക്കിൾ ഷേപ്പ് ആൻഡ് ഹാസ് എ മൈക്രോസോഫ്റ്റ് ലോഗോ ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, സർക്കിൾ ഷേപ്പ് ആണ് ആൻഡ് അതിനകത്ത് ഒരു മൈക്രോസോഫ്റ്റിന്റെ ലോഗോ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഓൾ ആർ കറക്റ്റ് ആണ് അല്ലെ. 2007 ഓഫീസ് ബട്ടൺ എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് എന്താണ് അതിന്റെ സവിശേഷത? പഴയ വേർഷൻസിനകത്ത്, അതായത് മുൻപുണ്ടായിരുന്ന വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ഓഫീസ് ബട്ടൺ. ആൻഡ് ഫയൽ മെനുവിനകത്തെ കണ്ടന്റ് തന്നെയാണ് ഓഫീസ് ബട്ടനകത്ത് ഉള്ളത്, ആ പേര് മാത്രമാണ് മാറിയിട്ടുള്ളത്. ആൻഡ് ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2007 കൊണ്ടുവന്ന പുതിയ ഫീച്ചറാണ് ഓഫീസ് ബട്ടൺ. എവിടെയാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ്. സർക്കിൾ ഷേപ്പ് ആണ് ആൻഡ് അതിനകത്ത് മൈക്രോസോഫ്റ്റിന്റെ ലോഗോയും ഉണ്ടായിരിക്കും. അപ്പൊ അത് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഓഫീസ് ബട്ടൺ ഒന്നും ഇവിടെ പോയി കാണാം. സോ ഓഫീസ് ബട്ടൺ നോക്കുക. ഓക്കെ, എവിടെയാണ്? ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ്. ആൻഡ് എന്താണ്? അതിനകത്ത് മൈക്രോസോഫ്റ്റിന്റെ ലോഗോ ഉണ്ട്. അതുപോലെ ഫയൽ മെനുവിനകത്തെ കണ്ടന്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2007 ഇൻട്രൊഡ്യൂസ് ചെയ്ത കണ്ടന്റ് ആണ്. സർക്കിൾ ഷേപ്പ് ആണ്. അതിനകത്ത് എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ കണ്ടന്റുകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഓക്കെ, ദെൻ നോക്കുക, അടുത്ത ചോദ്യം നോക്കാം. ഇനി വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് സൂം സ്ലൈഡർ? സൂം സ്ലൈഡറുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ളത് ഏതെന്നാണ്. ഓക്കെ, നോക്കാം.
In Word 2007, minimum zoom range is 10%. Okay, 10% ആണ് minimum zoom range ഉള്ളത്. By dragging to the left in the slider, result zoom out. Okay, സ്ലൈഡറിനകത്ത് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് സൂം ഔട്ട് ആണ് റിസൾട്ട് കിട്ടുന്നത്. ആൻഡ് ബൈ ഡ്രാഗിങ് ടു ദ റൈറ്റ് ഇൻ ദ സ്ലൈഡർ റിസൾട്ട് സൂം ഇൻ. ഓക്കെ, റൈറ്റിലേക്ക് മാറ്റുന്ന സമയത്ത്, റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് സൂമിങ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഷോർട്ട്കട്ട് ഇൻ വേർഡ് വിൻഡോ സ്റ്റാൻഡ്സ് ഫോർ സൂം ഇൻ വ്യൂ ടാബ്. ഓക്കെ, വ്യൂ ടാബിനകത്ത് സൂം എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതിന്റെ ഷോർട്ട്കട്ട് ആണ് നമ്മളുടെ വേർഡ് വിൻഡോയിൽ കാണുന്ന സൂം സ്ലൈഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് സൂം സ്ലൈഡർ, അതിന്റെ ഫംഗ്ഷനിങ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവൽ ചോദ്യം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നോക്കുക, വേർഡിനകത്ത് മിനിമം സൂം റേഞ്ച് എന്ന് പറയുന്നത് 10% ആണ്. ആൻഡ് ഈ ഒരു സൂമിങ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിങ്ങനെ നീക്കി മാറ്റാനായിട്ട് പറ്റും. സ്റ്റേറ്റസ് ബാറിന്റെ റൈറ്റ് സൈഡിലാണ് അതിന്റെ പൊസിഷൻ വരുന്നത്. ആൻഡ് ആ കാര്യത്തിനെയാണ് നമ്മൾ സൂം സ്ലൈഡർ എന്ന് പറയുക. ആൻഡ് അത് ഇതിന്റെ ഷോർട്ട് കട്ട് ആണ്. വ്യൂ ടാബിനകത്ത് സൂം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സിന്റെ അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റസ് ബാറിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ആൻസർ വരിക? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. അപ്പൊ നമുക്ക് സൂം സ്ലൈഡർ എന്താണ്, സൂം എന്താണ് പോലെയുള്ള കാര്യങ്ങളൊന്ന് കണ്ട് വരാം. ഓക്കെ, സോ നമ്മളിപ്പോ വേർഡ് വിൻഡോക്കകത്താണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുക, സ്റ്റേറ്റസ് ബാറിന്റെ റൈറ്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഈ കാര്യമാണ് സൂം എന്ന് കണ്ടോ. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സൂം സ്ലൈഡർ എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ്, നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കാനായിട്ട് പറ്റും. സൂമിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് പറയുക, സൂം സ്ലൈഡർ എന്നാണ് പറയുക. ആൻഡ് ഇത് ഡീഫോൾട്ട് ആയിട്ട് 100 ആണ് നമ്മളുടെ ഡീഫോൾട്ട് വാല്യൂ. 100% ആണ്. ആൻഡ് 100-ലാവുന്ന സമയത്ത് എവിടെയാണ് അതിന്റെ പൊസിഷൻ, സെന്ററിലാണ് ഇരിക്കുക. ആൻഡ് ഈ സെന്ററിൽ നിന്നും ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, സൂമിങ് കുറയുവാണ്, സൂമിങ് ഔട്ടാണ്. സൂം റേഞ്ച് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. 10% മിനിമം. ഇപ്പൊ മിനിമത്തിലാണ് നിൽക്കുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു സെന്ററിൽ നിന്ന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത്, സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, സൂമിങ് കൂടുവാണ്. എവിടം വരെ എത്തും, മാക്സിമം 500% വരെയാണ് എത്തുക. അപ്പൊ ഓർക്കുക, മിനിമം എന്ന് പറയുന്നത് 10 ആണ്, ഡീഫോൾട്ട് എന്ന് പറയുന്നത് 100 ആണ്, ആൻഡ് മാക്സിമം എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സൂം സ്ലൈഡറുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ആൻഡ് സ്റ്റേറ്റസ് ബാറിന്റെ റൈറ്റ് സൈഡിലാണ് പൊസിഷൻ എന്ന് ഓർക്കുക. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അതിനെ സ്ലൈഡർ എന്ന് പറയുന്നത്. അതിനകത്ത് വാല്യൂസ് നോക്കുക. പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്തായിരുന്നു, വ്യൂ ടാബിനകത്തെ സൂം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഈ ഒരു സൂമിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് ചെയ്തേക്കുന്നതെന്നാണ്. ഓക്കെ, കറക്റ്റ് ആണ്. സോ ഈ ഒരു ഓപ്ഷന്റെ ഷോർട്ട് കട്ട് പോലെ ആയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റസ് ബാറിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. സോ ഈ ഒരു ചോദ്യം നോക്കുക, വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് റൂളർ. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വി ക്യാൻ സെറ്റ് മാർജിൻ, ഇൻഡന്റ് ആൻഡ് ടാബ് സ്റ്റോപ്പ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. സൂമിംഗ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം സൂമിംഗ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സൂം സ്ലൈഡർ ആണ് ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ കണ്ടു. ഇനി ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദി റൂളർ വി ക്യാൻ ഓപ്പൺ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ആക്കാം. ആൻഡ് വി ക്യാൻ അഡ്ജസ്റ്റ് ദി ഓറിയന്റേഷൻ ഓഫ് കറന്റ് പേജ്. ഓക്കെ, അതും ക്ലിയർ ആണ്. അങ്ങനെ നമുക്ക് കറന്റ് പേജിന്റെ ഓറിയന്റേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ആൻസർ ഏതൊക്കെയാണ്, 1, 3, 4 ശരിയാണ് എന്നാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ റൂളറിൽ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സെറ്റ് മാർജിൻ, ഇൻഡന്റ്, ടാബ് സ്റ്റോപ്പ് എല്ലാം സെറ്റ് ചെയ്യാം. അതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനെ ഓപ്പൺ ആക്കാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ, റൂളറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മളുടെ വേർഡ് വിൻഡോ. ആൻഡ് ഇതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ റൂളർ, ഇത് വെർട്ടിക്കൽ റൂളർ ആണ്. ആൻഡ് ഇനി നോക്കുക, നമ്മൾ ഈ ഒരു ബ്ലൂ ലൈൻ കാണുന്ന ഈ ഭാഗത്താണ്, അതായത് നമ്മളുടെ റൈറ്റിംഗ് സ്പേസിന് പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് കാണിക്കുക, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. ആൻഡ് അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാം. അപ്പൊ ആ 2 ഓപ്ഷൻസ് ക്ലിയർ ആണ്. ആൻഡ് കൂടാതെ നോക്കുക, ഈ ഒരു ഇൻഡന്റിന്റെ സിമ്പിൾസ് നമുക്കിവിടെ കാണാം അല്ലെ. ഫസ്റ്റ് ലൈൻ, ഹാങ്ങിങ് ഇൻഡന്റിന്റെ എല്ലാം സിമ്പിൾസ് കാണാം. ആ ഒരു ഇൻഡന്റിനകത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ഓപ്പൺ ആയിട്ട് വരും, പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം, ടാബ് സെറ്റ് ചെയ്യാം. ആൻഡ് അത്തരത്തിൽ ആ ടാബ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഓപ്പൺ ആയിട്ട് വരും, ടാബ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. സോ ഈ ഒരു ബ്ലൂ പോർഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴാണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് വന്നത്. ആൻഡ് നമുക്ക് ഓറിയന്റേഷൻ
മാറ്റാം. അതുപോലെ ഈ ഒരു ഇൻഡന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ടൈനി സിമ്പിൾസിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോഴാണ് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് വന്നത്. ആൻഡ് ഈ ഒരു ടാബിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ടാബ് ഡയലോഗ് ബോക്സ് വന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് ടാബ്? ടാബിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ഈസ് ദ ഡീഫോൾട്ട് ടാബ് അലൈൻമെന്റ്. ഓക്കെ, ലെഫ്റ്റ് ഈസ് ദ ഡീഫോൾട്ട് ടാബ് അലൈൻമെന്റ്. ലെഫ്റ്റ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള ടാബ് അലൈൻമെന്റ്. ജസ്റ്റിഫൈ ഇസ് നോട്ട് എ ടാബ് അലൈൻമെന്റ്. ടാബ് അലൈൻമെന്റിൽ പെടാത്തതാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. വി ഹാവ് പ്രീസെറ്റ് ടാബ് അറ്റ് എവറി ഇഞ്ച്. ഓക്കെ, we have preset tab stop at every inch. ഓരോ ഇഞ്ചിലും നമുക്ക് പ്രീസെറ്റ് ടാബ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ്. vertical line represent the center tab alignment. okay, vertical line represent the center tab alignment എന്നാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നമ്മളുടെ ആൻസർ എന്താണ്? നമ്മളുടെ ആൻസർ വന്നിട്ട് 1 and 2 ആർ കറക്റ്റ് എന്നാണ്. ഓക്കെ, ലെഫ്റ്റ് ആണ് ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് അലൈൻമെന്റ് വരുന്നത്. ആൻഡ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഒരു ടാബ് അലൈൻമെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. ഓക്കെ, ദെൻ നമുക്ക് ക്ലിയർ ആക്കാം. ടാബിന്റെ കാര്യങ്ങൾ പോയി നോക്കാം. സോ നമുക്ക് എങ്ങനെയൊക്കെ ടാബ് എടുക്കാം? റൂളറിനകത്തെ ടാബ് സ്റ്റോപ്പിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ടാബിന്റെ ആ ഒരു ഡയലോഗ് ബോക്സ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹോം ടാബിനകത്തെ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് വഴി ഇവിടെ ടാബിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഡയലോഗ് ബോക്സ് എടുക്കാം. അപ്പൊ നോക്കുക, ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 1.27 സെന്റിമീറ്റർ, അതായത് 0.5 ഇഞ്ച്. ഓരോ 0.5 ഇഞ്ച് ഇന്റർവെല്ലിൽ കൂടുമ്പോഴും നമുക്ക് എന്തുണ്ട്? ഒരു ടാബ് സ്റ്റോപ്പ് ഉണ്ട്. ഇനി അലൈൻമെന്റുകൾ നോക്കുക. ലെഫ്റ്റ്, സെന്റർ, റൈറ്റ്, ഡെസിമൽ, ബാർ. ഇതിലെവിടെയും എന്തില്ല? ജസ്റ്റിഫൈ ഇല്ല. അപ്പൊ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഒരു ടാബ് സ്റ്റോപ്പ് അലൈൻമെന്റ് അല്ല. അപ്പൊ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലെഫ്റ്റ് ആണ് ഡീഫോൾട്ട് ആയിട്ടുള്ള അലൈൻമെന്റ് പൊസിഷൻ. ഓക്കെ, ലെഫ്റ്റ് ആണ് ഡീഫോൾട്ട് പൊസിഷൻ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ബോക്സിനകത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, മൗസ് പോയിന്റർ അനങ്ങുന്നത് നോക്കണ്ട, നിങ്ങൾ ആ ചതുരത്തിനകത്ത് മാറുന്നത് എന്താണോ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു സ്ക്വയർ നോക്കുക, ഇപ്പൊ എൽ ഷേപ്പിലാണ് കാണുന്നത്. സോ അതെന്താണ്? ലെഫ്റ്റ് ടാബ് ആണ്. ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്സൈഡ് ഡൗൺ ടി എന്ന ലെറ്ററിനെ തല തിരിച്ചു വെച്ചിരിക്കുന്ന പോലെ എന്താണ്? സെന്റർ ടാബ് ആണ്. ആൻഡ് എല്ലിനെ നേരെ മാറ്റി വെച്ചേക്കുന്നത് എന്താണ്? റൈറ്റ് ടാബ് ആണ്. ആൻഡ് അടുത്തത് എന്താണ്? അപ്സൈഡ് ഡൗൺ ടി വിത്ത് ഡെസിമൽ അറ്റ് ദി റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ ചെറിയൊരു ഡെസിമലും ഉണ്ടല്ലേ, അതെന്താണ്? ഡെസിമൽ ടാബിനെയാണ്. ആൻഡ് വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് ഏതാണ്? ബാർ ടാബ് ആണ്. അപ്പൊ ആ 4 ചിഹ്നങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മളുടെ ആൻസറിനകത്ത്, നമ്മളുടെ ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു? വെർട്ടിക്കൽ ലൈൻ റെപ്രസെന്റ് സെന്റർ അലൈൻമെന്റ് എന്നായിരുന്നു. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ നമ്മളുടെ ആൻസർ ഏതൊക്കെയാണ് ശരിയായിട്ടുണ്ടായിരുന്നത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുണ്ടായിരുന്നത്. ഡീഫോൾട്ട് ടാബ് അലൈൻമെന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. ആൻഡ് അതുപോലെ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ടാബ് സ്റ്റോപ്പ് അലൈൻമെന്റിനകത്ത് വരുന്നില്ല. ടാബ് സ്റ്റോപ്പ് അലൈൻമെന്റുകൾ ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ഡെസിമൽ, ബാർ. അപ്പൊ ക്ലിയർ ആണ്, ഇനി മാറരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ട്രൂ റിഗാർഡിംഗ് സ്റ്റേറ്റസ് ബാർ? സ്റ്റേറ്റസ് ബാറിനെ സംബന്ധിച്ച് ക്ലിയർ ആയിട്ടുള്ളത്, ട്രൂ ആയിട്ടുള്ളത് ഏതെന്നാണ്? ഇറ്റ് ഷോ ദി സ്റ്റേറ്റസ് ഓഫ് ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ സ്റ്റേറ്റസ് ആണ് കാണിക്കുക. ഓക്കെ, ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാർ ഓഫ് ആൻ ആപ്ലിക്കേഷൻ വിൻഡോ. ആപ്ലിക്കേഷൻ വിൻഡോയുടെ ഭാഗമായിട്ടുള്ള ബോട്ടം മോസ്റ്റ് ഹൊറിസോണ്ടൽ ബാർ ആണ്. അത് ക്ലിയർ ആണ്. ഇറ്റ് ഡിസ്പ്ലേസ് ലൈൻ നമ്പർ, മാക്രോ പെർമിഷൻ എക്സെട്ര. ഓക്കെ, ലൈൻ നമ്പർ, മാക്രോ പെർമിഷൻ ഒക്കെ കാണിക്കാറുണ്ട്. വി ക്യാൻ കസ്റ്റമൈസ് സ്റ്റാറ്റസ് ബാർ. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ എന്താണ് ആൻസർ വരിക? ഓൾ ആർ കറക്റ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ സ്റ്റേറ്റസ് ബാറിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ വിൻഡോയുടെ ഏറ്റവും താഴെയുള്ള എന്താണ്? ഹൊറിസോണ്ടൽ ബാർ ആണ് ഈ ഒരു സ്റ്റേറ്റസ് ബാർ. അതിനകത്ത് എത്ര പേജ് ഉണ്ട്, എത്രാമത്തെ പേജിലാണ് നിൽക്കുന്നത്, എത്ര വേർഡ് എഴുതിയിട്ടുണ്ട്, ആൻഡ് പ്രൂഫ് റെക്കോർഡിംഗ്, എന്തെങ്കിലും എററുകൾ ഉണ്ടോ, അതുപോലെ ലാംഗ്വേജ്, മാക്രോ പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിനകത്ത് കാണാം. അതുപോലെ റൈറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? വ്യൂ ഓപ്ഷൻസും സൂം സ്ലൈഡറും കാണാം. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റേറ്റസ് ബാറിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കസ്റ്റമൈസ് സ്റ്റേറ്റസ് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അതിനകത്ത് നിന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് സ്റ്റേറ്റസ് ബാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് അത് ഓൾ ഓഫ് ദീസ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ.
ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് പാർട്ട് 1 ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അഭിപ്രായം ഒന്ന് എഴുതുക, വേണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കൂടെ പഠിച്ചു വെക്കാം നമ്മളുടെ സേഫ്റ്റിക്കായിട്ട്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ PSC പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.